പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. കാറ്റഗിസത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ലിഖിതത്തിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ചാണ്. 114 വരെ നമ്മൾ പഠിച്ചു. പരിശുദ്ധാത്മാവാണ് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാതാവ്. പരിശുദ്ധാത്മാവാണ് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാതാവ്. അതിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം ദൈവനിർദ്ദേശിതമായതും വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ്റെയും ഉള്ളടക്കം, സഭ മുഴുവൻ്റെയും സജീവ പാരമ്പര്യം, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സാധർമ്മ്യം, ഇതെല്ലാം പഠിക്കുമ്പോൾ അതിൻ്റെ മാർജിനിൽ എഴുതിയിരിക്കുന്ന ചെറിയ പാരഗ്രാഫുകൾ നമ്മൾ പഠിച്ചില്ല. അതെടുക്കാൻ പോവുകയാണ് ഇപ്പോൾ. അതിൽ 128 വളരെ പ്രധാനമായ ഒന്നാണ്. 128 ഖണ്ഡികയിൽ പറയുന്നത്, അത് 112 ഖണ്ഡികയുടെ ചേർന്നുള്ളതാണ്. 112 ഖണ്ഡികയിൽ നമ്മൾ കേട്ടത് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ്റെയും ഉള്ളടക്കത്തിലും ഏകദാനതയിലും വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കണം. അതായത് വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം, ഒരു 2 വചനമോ ഒരു പാരഗ്രാഫോ എടുത്തിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയല്ല ചെയ്യേണ്ടത്. ആ വിശുദ്ധ ഗ്രന്ഥം മുഴുവനിലും ഉള്ളടക്കവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാൻ. കാരണം ബൈബിളിലെ പുസ്തകങ്ങൾ തമ്മിലും വ്യത്യാസങ്ങളുണ്ടെങ്കിലും ബൈബിളിൻ്റെ പ്രതിപാദനത്തിൽ ഐക്യം കാണാൻ കഴിയും. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഈ ഐക്യത്തിന് ആധാരം ദൈവിക പദ്ധതിയുടെ ഐക്യമാണ്. പ്രസ്തുത പദ്ധതിയുടെ കേന്ദ്രം യേശു ക്രിസ്തുവാണ്. ഇനി അതിനെ ശക്തപ്പെടുത്തുന്ന 2 പാരഗ്രാഫുകളാണ് 128, 368. 128 പറയുന്നത് ശ്രദ്ധിക്കാം. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഐക്യമാണ് 128 പ്രധാന വിഷയം. അപ്പസ്തോലിക കാലത്തും 104 അതിനുശേഷവും പാരമ്പര്യത്തിലും നിരന്തരമായി പ്രതിരൂപ വിചിന്തനം, മലയാളത്തിൽ അതിനെങ്ങനെ മനസ്സിലാക്കും? അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ടിപ്പോളജി എന്നോ അല്ലെങ്കിൽ ടൈപ്പോളജി എന്നോ പറയാം. ടിപ്പോളജി, പ്രതിരൂപ വിചിന്തനം വഴി ഇരു നിയമങ്ങളിലും അടങ്ങിയിരിക്കുന്ന ദൈവിക പദ്ധതിയുടെ ഐക്യം സഭ വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യനായി അവതരിച്ച തൻ്റെ പുത്രനിൽ ദൈവം കാലത്തിൻ്റെ തികവിൽ നിറവേറ്റിയ കാര്യങ്ങളുടെ പ്രതിരൂപങ്ങൾ പഴയ ഉടമ്പടിയുടെ കാലത്ത് ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളിൽ സഭ കണ്ടെത്തുന്നു. പ്രൈസ് ദ ലോർഡ്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം, അപ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാവും. അപ്പോൾ അതാണ് ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒന്ന്. ടിപ്പോളജി, പ്രതിരൂപ വിചിന്തനം. എളുപ്പം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനം. ഈശോ നിക്കോദേമോസിനോടുള്ള സംസാരമാണ്. ഈശോ നിക്കോദേമോസിനോട് പറയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. കണ്ടോ? മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി. അത് 3-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനം. 3-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനം. അത് 3-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനം സംഖ്യയുടെ പുസ്തകത്തിൽ
1-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനമാണത്. സംഖ്യയുടെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനം. അപ്പോൾ അവിടെ ഉള്ള ടിപ്പോളജി എന്താണ്? ടിപ്പോളജി അല്ലെങ്കിൽ ടൈപ്പോളജി, മോശ അല്ലെങ്കിൽ ഇസ്രായേൽ ജനം കർത്താവിനെ അനുസരിക്കാതായപ്പോൾ അവർക്ക് സർപ്പദംശനമുണ്ടായി. 21 സംഖ്യ 21:9. ഏദോം ചുറ്റിപ്പോകാൻ ഹോർ മലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴിയെ അവർ യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കും എതിരായി അവർ സംസാരിച്ചു. കണ്ടോ, ദൈവത്തിനും മോശയ്ക്കും എതിരായവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. കണ്ടോ, ദൈവം കൊടുത്ത മന്ന ഭക്ഷിച്ചിട്ട് അവർ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അങ്ങേക്കും കർത്താവിനും എതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു. കണ്ടോ, അവർ പശ്ചാത്തപിച്ചു. അങ്ങേക്കും ദൈവത്തിനും എതിരായി പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തു. ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. കണ്ടോ, അപ്പോൾ ഈ പിച്ചള സർപ്പം എന്താണ്? അപ്പോൾ ഇവിടെ വചന വ്യാഖ്യാനത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ആ പിച്ചള സർപ്പത്തെ നോക്കിയവർ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മളൊരു പിച്ചള സർപ്പത്തെ പൊക്കിയാൽ അത് നോക്കിയവർ രക്ഷിക്കപ്പെടുമോ? അപ്പോൾ ഇവിടെയാണ് ടിപ്പോളജി, പ്രതിരൂപ വിചിന്തനം. ആ പിച്ചള സർപ്പം പ്രതിരൂപമാണ്. എന്തിൻ്റെ പ്രതിരൂപമാണ്? കുരിശിൽ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് അവരെ രക്ഷിക്കുന്ന യേശുവിൻ്റെ പ്രതിരൂപമാണ്. അതുകൊണ്ടാണ് നിക്കോദേമോസിനോട് പറഞ്ഞത്, മോശ മരുഭൂമിയിൽ ഈശോ പറയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യപുത്രൻ യേശു ക്രിസ്തു മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ വേണ്ടി കുരിശിൽ ഉയർത്തപ്പെടുകയും പരിഹാരം ചെയ്യുകയും അതിനുശേഷം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ പ്രതീക വിചിന്തനമാണ്, പ്രതിരൂപമാണ് അത്. അതുപോലെ തന്നെ മറ്റൊരു പ്രതിരൂപ വിചിന്തനമാണ്, മോശയോട് കർത്താവ് പറഞ്ഞു, ഇന്ന് പെസഹായാകും, ഇന്ന് ഇസ്രായേൽ ജനം ഈജിപ്റ്റ് വിട്ടു പോകും. ഇസ്രായേൽ ജനം ഈജിപ്റ്റ് വിടുമ്പോൾ ഈജിപ്റ്റ് വിടുന്നതിന് എന്ത് ചെയ്യണം? ഇന്ന് എല്ലാ ഇസ്രായേൽ ഭവനങ്ങളും ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിക്കുകയും കുഞ്ഞാടിൻ്റെ രക്തം അവരുടെ കട്ടളപ്പടികളിൽ തെളിക്കണം. കുഞ്ഞാടിൻ്റെ രക്തം തെളിക്കപ്പെട്ട പൂശപ്പെട്ട കട്ടളപ്പടികളിൽ സംഹാരദൂതൻ പ്രവേശിക്കുകയില്ല. അവർ പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കണം. അങ്ങനെ പുളിപ്പില്ലാത്ത അപ്പവും കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെ ഇസ്രായേൽ ജനം രക്ഷിക്കപ്പെട്ട് അവർ ഇന്നെല്ലാവരും ചെങ്കടൽ കടക്കണം. അതാണ്
അപ്പോൾ ഇസ്രായേൽ ജനത്തോട് മോശയോട് കർത്താവ് അരുളി ചെയ്തതുപോലെ അവർ ചെയ്തു. അങ്ങനെ ഈജിപ്തിൽ സംഹാരദൂതൻ നടമാടിയപ്പോൾ ഈജിപ്തിൻ്റെ ഭവനത്തിൽ ഈജിപ്തുകാരുടെ ആദ്യജാതനെ എല്ലാം നശിപ്പിച്ചു. എന്നാൽ സംഹാരദൂതൻ ഇസ്രായേൽ ജനത്തിൻ്റെ വീട്ടിൽ പ്രവേശിച്ചില്ല. കുഞ്ഞാടിൻ്റെ രക്തം പൂശപ്പെട്ട കട്ലപ്പടികളിൽ അത് പ്രവേശിച്ചില്ല സംഹാരദൂതൻ. അപ്പോൾ ആ കുഞ്ഞാടിൻ്റെ രക്തം വരാനിരിക്കുന്ന ബലിയർപ്പിക്കാനിരിക്കുന്ന യേശു ക്രിസ്തുവാകുന്ന ദിവ്യ കുഞ്ഞാടിൻ്റെ പ്രതിരൂപമാണത്. അതിൻ്റെ ഒരു മുൻ ആസ്വാദനമാണ്, ഒരു മുൻ അനുഭവമാണ്. അതുപോലെ തന്നെ പുളിപ്പില്ലാത്ത അപ്പം ഈശോ പെസഹായ്ക്ക് നൽകാനിരിക്കുന്ന തൻ്റെ ശരീരമാകുന്ന അപ്പത്തിൻ്റെ പ്രതിരൂപമാണത്. അപ്പോൾ ഇങ്ങനെ പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിലൂടെ സംഭവിക്കാനിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുടെ പ്രതിരൂപ വിചിന്തനം, ടിപ്പോളജി നമുക്ക് കാണാം. അപ്പോൾ അതെടുത്ത് നമ്മൾ പഠിക്കുകയും അതിനെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞു. ഈ പ്രതിരൂപ വിചിന്തനത്തിലൂടെ, ആ ടിപ്പോളജിയിലൂടെ മോശ അതനുസരിക്കുകയും ഇസ്രായേൽ ജനം മുഴുവനും ചെങ്കടൽ കടന്ന് ഇപ്പുറത്ത് വന്നത് ഈ യേശുക്രിസ്തുവിൻ്റെ തന്നെ പ്രവൃത്തിയാണ്. ക്രിസ്തുവിലൂടെ നടക്കാനിരിക്കുന്ന പെസഹ, ആ പാസ് ഓവറിൻ്റെ മുൻ അനുഭവമാണത്. അപ്പോൾ അങ്ങനെ ബൈബിളിൽ ഒരുപാട് സംഭവം നമുക്ക് കാണാം. അപ്പോൾ ആ സംഭവത്തിനെ മുഴുവനും ഒരു അഭിഷേകം വരുന്നത് നമ്മൾ ഇതുപോലെ ആ പ്രതിരൂപ വിചിന്തനം ചെയ്യുമ്പോഴാണ്. പഴയ നിയമത്തിൽ നടന്ന ആ സംഭവം പുതിയ നിയമത്തിൽ സംഭവിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ സംഭവിക്കാനിരിക്കുന്ന അതിൻ്റെ ഒരു ടൈപ്പാണ്. ഒരു ടൈപ്പ് അതാണ് ടൈപ്പോളജി. അതിനെ ഓരോന്നിനെയും ജോഡി കണ്ടുപിടിക്കണം നമ്മൾ. അത് കണ്ടുപിടിച്ചുകൊണ്ട് പഠിക്കുമ്പോഴാണ് ദൈവമേ എന്തോ ഒരു അർത്ഥമാണ് അപ്പോൾ ഓരോന്നിന് കാണുന്നത്. അങ്ങനെ പഠിക്കുമ്പോഴാണ് വ്യാഖ്യാനം, ബൈബിൾ പഠനത്തിന് ഭയങ്കര ആവേശവും ഭയങ്കര പ്രചോദനവുമായി മാറും. ഓക്കെ, അപ്പോൾ അതാണ് 128 അപ്പസ്തോലിക കാലത്തും. എന്നിട്ട് അതിനുദാഹരണം 104 1 കൊരിന്ത്യസ് 10:6 ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യസ് 10:6 അവരെപ്പോലെ നാം തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമുക്കൊരു പാഠമാണ്. അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെല്ലാം മരുഭൂമിയിൽ വെച്ച് ചിതറിക്കപ്പെട്ടു. 10:6 10:11 ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്കൊരു പാഠമാകേണ്ടതിനാണ് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. എബ്രായർ 10:1 നിയമം വരാനിരിക്കുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ്. അപ്പോൾ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ടിപ്പോളജിയാണത്. നിയമം വരാനിരിക്കുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ്, അവയുടെ തനി രൂപമല്ല. അതിനാൽ ആണ്ടുതോറും ഒരേ ബലി തന്നെ അർപ്പിക്കപ്പെടുന്നെങ്കിലും അവയിൽ സംബന്ധിക്കുന്നവരെ പൂർണ്ണരാക്കാൻ അവയ്ക്ക് ഒരിക്കലും കഴിയുന്നില്ല. 1 പത്രോസ് 3:21 അതിൻ്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ
മാലിന്യത്തിൻ്റെ നിർമ്മാർജ്ജനമല്ല, മറിച്ച് ശുദ്ധ മനസ്സാക്ഷി ആ യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രവൃത്തിയാണ്. ഇപ്പം നോഹയുടെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിലുണ്ടായിരുന്ന 8 പേർ മാത്രം ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചു. അപ്പോൾ മോശയുടെ കാലത്ത് ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചത് പിന്നീട് നമ്മൾ സ്വീകരിക്കാനിരിക്കുന്ന അതിന് ജ്ഞാനസ്നാനത്തിൻ്റെ പ്രതീകമായിരുന്നു അത്. അപ്പോൾ അത് ഈ ടിപ്പോളജിയുടെ ഉദാഹരണങ്ങളാണ്. 368 ഹൃദയത്തെക്കുറിച്ചാണ്. സഭയുടെ ആധ്യാത്മിക പാരമ്പര്യം ഹൃദയത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥ ഭാഷയിൽ ഹൃദയം ഒരുവൻ്റെ ഉണ്മയുടെ ആഴങ്ങളെ, അഗാധ തലങ്ങളെ സൂചിപ്പിക്കുന്നു. ഇവിടെയാണ് ദൈവത്തിന് വേണ്ടിയോ ദൈവത്തിനെതിരായോ വ്യക്തി തീരുമാനമെടുക്കുന്നത്. ദൈവത്തിന് വേണ്ടിയോ ദൈവത്തിനെതിരായോ വ്യക്തി. അപ്പം 112 ഖണ്ഡികയുടെ സൈഡിലുള്ള കാര്യമാണ്. യേശുക്രിസ്തു ആണ് അവിടുത്തെ പെസഹായ്ക്ക് ശേഷം ആണ് ഹൃദയം തുറക്കപ്പെട്ടത്. അപ്പോൾ ഹൃദയം തുറക്കപ്പെട്ടത് എന്നതിന് നമ്മൾ മനസ്സിലാക്കി, ഹൃദയം എന്ന പദം ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതോടൊപ്പം ഹൃദയം എന്നത് സഭയുടെ ആധ്യാത്മിക പാരമ്പര്യം ഹൃദയത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥ ഭാഷയിൽ ഹൃദയം ഒരുവൻ്റെ ഉണ്മയുടെ ആഴങ്ങളെ, അഗാധ തലങ്ങളെ സൂചിപ്പിക്കുന്നു. ഇവിടെയാണ് ദൈവത്തിന് വേണ്ടിയോ ദൈവത്തിനെതിരായോ വ്യക്തി തീരുമാനമെടുക്കുന്നത്. ഹൃദയം, മനസാക്ഷി എല്ലാം. തുടർന്ന് 81 90 ഖണ്ഡിക. 81 നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. 81 90, അതുകൊണ്ട് അത് വിശദമായിട്ട് നമ്മളിപ്പോൾ എടുക്കുന്നില്ല. 81 അത് 111 പാരഗ്രാഫിനെ ചേർന്നുള്ളതാണ്. 113 പാരഗ്രാഫിൽ പറയുന്നത് സഭ മുഴുവൻ്റെയും സജീവ പാരമ്പര്യം. അപ്പോൾ ആ സജീവ പാരമ്പര്യത്തെക്കുറിച്ചാണ് 81 പാരഗ്രാഫിൽ പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വിശ്വാസത്താൽ ലിഖിത രൂപത്തിലാക്കപ്പെട്ട ദൈവത്തിൻ്റെ സംഭാഷണമാണ് വിശുദ്ധ ഗ്രന്ഥം. വിശുദ്ധ പാരമ്പര്യമാകട്ടെ കർത്താവായ ക്രിസ്തുവും പരിശുദ്ധാത്മാവും അപ്പസ്തോലന്മാരെ ഭരമേൽപ്പിച്ചിരുന്ന ദൈവവചനത്തെ സമഗ്രമായി അപ്പസ്തോലന്മാരുടെ പിൻഗാമികൾക്ക് കൈമാറുന്നു. അവർ സത്യാത്മാവിൻ്റെ പ്രകാശത്താൽ നയിക്കപ്പെട്ടു. അപ്പോൾ വിശുദ്ധ പാരമ്പര്യം. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് 113 പഠിച്ചത് സഭ മുഴുവൻ്റെയും സജീവ പാരമ്പര്യമനുസരിച്ച് ബൈബിൾ വ്യാഖ്യാനിക്കണം, ബൈബിൾ വായിക്കണം. ഇനി അടുത്തത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സാധർമ്മ്യം. അതുമായിട്ട് ബന്ധപ്പെട്ട് 90 ഖണ്ഡിക നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതെന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്? വളരെയധികം സമയമെടുത്ത് പഠിച്ചതാണത്. അത് വിശ്വാസ സത്യങ്ങളുടെ അന്യോന്യ ബന്ധങ്ങൾ. വിശ്വാസ സത്യങ്ങളുടെ അന്യോന്യ ബന്ധങ്ങളും സമന്വയവും മിശിഹാ രഹസ്യത്തിൻ്റെ ആവിഷ്കരണം മുഴുവനിലും കാണാൻ കഴിയും. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തോട് വിശ്വാസ സത്യങ്ങൾ വ്യത്യസ്ത തോതിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ കത്തോലിക്ക പ്രബോധനത്തിൽ സത്യങ്ങളുടെ ഒരു ക്രമം അഥവാ ഒരു ശ്രേണി തന്നെ സംജാതമായിരിക്കുന്നു എന്നോർക്കേണ്ടതാണ്. ഇത് വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ അവിടെ ഇപ്പോഴും നമ്മൾ അതിനെ നമ്മൾ ഡോഗ്മാസ് അവിശ്വാസ സത്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അതാണ്
വിശ്വാസ സത്യങ്ങൾ പഠിക്കാത്തത് കൊണ്ട് നമ്മൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടാവും. വിശ്വാസ സത്യങ്ങൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ ആ ഭാഗത്തെ വചനവ്യാഖ്യാനത്തിൽ നമുക്ക് തെറ്റുപറ്റില്ല. മാത്രമല്ല, വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് നമ്മൾ തർക്കിക്കുകയോ ഒരു ഡിസ്കഷൻ ചെയ്യുകയോ ആവശ്യമില്ല. അത് അതേപോലെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസികളുടെ എളിമയും അനുസരണവും. അതാണ് വിശ്വാസത്തിൻ്റെ അനുസരണം എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ അനുസരണം എന്ന് പറയുന്നത് ഒരു കത്തോലിക്കൻ എന്നുള്ള നിലയിൽ നമ്മൾ അവശ്യം വിശ്വസിക്കേണ്ട വിശ്വാസ സത്യങ്ങളെ നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അമലോത്ഭവം നമുക്കെങ്ങനെ മനസ്സിലാകും? പരിശുദ്ധ കന്യാമറിയം അമലോത്ഭവമാണെന്നുള്ളതിന് എന്താ പ്രൂഫ്? അതിൻ്റെ പ്രൂഫ് അന്വേഷിക്കാനോ അതിനെക്കുറിച്ച് തർക്കിക്കാനോ നിൽക്കരുത്. നമുക്ക് സഭയുടെ ഔദ്യോഗികമായ ആ വിശ്വാസ സത്യമാണത്. അത് സ്വീകരിക്കുക. അത് സ്വീകരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന് ഭയങ്കര സന്തോഷമായി. മാതാവിൻ്റെ വിശ്വാസം അത് തന്നെയാണ്. മാതാവിനോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, നീ ഗർഭിണിയാവും. മാലാഖ പറഞ്ഞു, അതെങ്ങനെ സംഭവിക്കും? ഞാനൊരു പുരുഷനെ അറിയില്ലല്ലോ. പുരുഷനിലൂടെയല്ല, പരിശുദ്ധാത്മാവിലൂടെ നീ ഗർഭിണിയാവും. അതിനെന്താ പ്രൂഫ് എന്ന് ചോദിച്ചോ? അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചോ? ഉടനെ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഹിതം പോലെ എന്നിൽ സംഭവിച്ചോട്ടെ. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഏറ്റവും പ്രധാന ഒരു പ്രശ്നം, നമ്മൾ ഇത്രയും പ്രായമായ മുതിർന്ന നമുക്ക് പോലും ഒന്ന് തർക്കിച്ചാലേ ഒരു സമാധാനമാവുള്ളൂ. അതെന്താ അങ്ങനെ? അവിടെയാണ് നമ്മൾ വിട്ടുകൊടുക്കണം. വിശ്വാസ സത്യം എന്നുള്ള ഒരു സംഭവം ഉണ്ടെന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ വിശ്വാസ സത്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനമാണത്. വിശ്വാസ സത്യങ്ങൾ, വിശുദ്ധ ലിഖിതത്തിൻ്റെ അർത്ഥങ്ങൾ. അടുത്ത വിശുദ്ധ ലിഖിത വ്യാഖ്യാനത്തിൻ്റെ അടുത്ത ഭാഗമാണ് വിശുദ്ധ ലിഖിതത്തിൻ്റെ അർത്ഥം. 115 ഖണ്ഡിക. ഒരു പ്രാചീന പാരമ്പര്യം അനുസരിച്ച് വിശുദ്ധ ലിഖിതത്തിന് 2 തരം അർത്ഥങ്ങൾ വേർതിരിച്ച് കാണാറുണ്ട്. ഒന്ന് വാച്യാർത്ഥവും, 2 ആധ്യാത്മികാർത്ഥവും. ആധ്യാത്മികാർത്ഥത്തിൽ തന്നെ വീണ്ടും പ്രതീകാത്മകവും ധാർമ്മികവും സനാതനാത്മകവും 3 അർത്ഥതലങ്ങൾ കാണാം. അപ്പോൾ ആദ്യത്തെ വാച്യാർത്ഥം, പിന്നെ ആധ്യാത്മികാർത്ഥം. ആ ആധ്യാത്മികാർത്ഥത്തിൽ 3 എണ്ണം എന്തെല്ലാമാണത്? പ്രതീകാത്മകാർത്ഥം, ധാർമ്മികാർത്ഥം, സനാതനാർത്ഥം. അപ്പോൾ 3 1 4. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ 4 അർത്ഥങ്ങളുടെയും സമന്വയത്തിലൂടെ മാത്രമേ സഭയിൽ വിശുദ്ധ ലിഖിതത്തിൻ്റെ സജീവ പാരായണം വഴി അതിൻ്റെ പൂർണ്ണ സമ്പത്ത് ലഭ്യമാകും. അപ്പോൾ വചനങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ, വിശുദ്ധ ലിഖിതങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഈ 4 രീതിയിൽ ഓരോ വചനത്തെയും നമ്മൾ വ്യാഖ്യാനിക്കണം. പ്രൈസ് ദ ലോർഡ്. 116 വാച്യാർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ സൂചിപ്പിക്കുന്നതും വാക്യവിശകലനത്തിൽ നിന്ന്
അനാവൃതമാകുന്നതുമായ അർത്ഥമാണ് വാച്യാർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മറ്റെല്ലാ അർത്ഥങ്ങളും വാച്യാർത്ഥത്തിൽ അധിഷ്ഠിതമാണ്. 83 സെന്റ് തോമസ് അക്വിനാസ്. അപ്പോൾ വാച്യാർത്ഥത്തിൽ അധിഷ്ഠിതമാണ് മറ്റെല്ലാ അർത്ഥങ്ങളും. ഇനി ഇതിൽ 110-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് 110 ഇവിടെ തന്നെ ഉണ്ടല്ലോ. വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ഉദ്ദേശിച്ച അർത്ഥം ഗ്രഹിക്കുന്നതിന് അവർ ജീവിച്ച കാലഘട്ടത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അവരുടെ കാലത്തെ സാഹിത്യ രൂപത്തിൻ്റെയും പ്രത്യേകതകളും അക്കാലത്തെ ചിന്തയുടെയും ഭാഷണത്തിൻ്റെയും ആഖ്യാനത്തിൻ്റെയും രീതികളും നാം സംഗ്രഹിക്കണം, നാം ശ്രദ്ധിക്കണം. കാരണം ആവിഷ്കൃത സത്യം വിവിധ രീതികളിൽ വ്യത്യസ്തങ്ങളായ ചരിത്ര രചനകളിലൂടെയോ പ്രവചന രൂപത്തിലോ കാവ്യരൂപത്തിലോ മറ്റെന്തെങ്കിലും സാഹിത്യ രൂപത്തിലോ ഉള്ള രചനകളിലൂടെയും അവതരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ അതാണ് വാച്യാർത്ഥം. നമ്മളതിനൊരു ഉദാഹരണം പിന്നീട് എടുക്കാം. 114 നമ്മളിപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞതാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സാധർമ്മ്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം. അതായത് വിശ്വാസ സാധർമ്മ്യം കൊണ്ട് നാം അർത്ഥമാക്കുന്ന വിശ്വാസ സത്യങ്ങൾക്ക് തമ്മിലും അവയ്ക്ക് ദൈവാവിഷ്കരണ പദ്ധതി മുഴുവനോടുമുള്ള സമന്വയവും. അപ്പോൾ ഒന്ന് വാച്യാർത്ഥം. ഇനി 117-ാമത്തെ ഖണ്ഡിക, അതിന് 3 ഉപവകുപ്പുകളുണ്ട്. ആധ്യാത്മികാർത്ഥം. ഇപ്പോൾ ഒരു വചനം നമ്മൾ എടുത്താൽ, നമ്മളിങ്ങനെ വെട്ടി ബൈബിൾ തുറന്നെടുത്തു, വചനം കിട്ടി എന്ന് വിചാരിച്ചു. ആ വചനത്തിൻ്റെ ടിപ്പോളജി മനസ്സിലാക്കണം. ആ വചനം പഴയ നിയമവും പുതിയ നിയമവുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കണം ഒരു വശം. മറുവശം ആ വചനം വിശ്വാസ സത്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കണം. മറ്റൊന്ന് മനസ്സിലാക്കണം, അത് നമ്മുടെ വിശ്വാസ പൈതൃകവുമായിട്ട് എന്താണ് ബന്ധം, വിശ്വാസത്തിൻ്റെ പാരമ്പര്യവുമായിട്ട് എന്താണ് ബന്ധം. ഇതാണ് ഒരു. ഇനി മറ്റതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ, അത് വ്യാഖ്യാനം, അർത്ഥം മനസ്സിലാക്കുന്നതിൽ ഈ പറഞ്ഞ വാക്കുകളുടെ അർത്ഥത്തിൽ വാച്യാർത്ഥം 1. 2 ആധ്യാത്മികാർത്ഥം. ആധ്യാത്മികാർത്ഥം 117 ദൈവിക പദ്ധതിയുടെ ഐക്യം നിമിത്തം വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ മാത്രമല്ല, അവ പ്രതിപാദിക്കുന്ന യാഥാർത്ഥ്യങ്ങളും സംഭവങ്ങളും അടയാളങ്ങളായിരിക്കാം. ദൈവിക പദ്ധതിയുടെ ഐക്യം നിമിത്തം വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ മാത്രമല്ല, അവ പ്രതിപാദിക്കുന്ന യാഥാർത്ഥ്യങ്ങളും സംഭവങ്ങളും അടയാളങ്ങളായിരിക്കാം. അതിന് സൈഡിലുള്ള കുറിപ്പ് 1101 വായിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് ക്രിസ്തു രഹസ്യത്തെ അനുസ്മരിപ്പിക്കുന്നു. അതിൻ്റെ ശീർഷകത്തിലാണ് വായിക്കുന്നവർക്ക് ശ്രവിക്കുന്നവർക്കും അവരുടെ ഹൃദയങ്ങളുടെ ഭാവങ്ങൾക്കനുസൃതമായി പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൻ്റെ ആധ്യാത്മികമായ ജ്ഞാനം നൽകുന്നു. ഒരാഘോഷത്തിൻ്റെ ഘടനയെ രൂപപ്പെടുത്തുന്ന വാക്കുകൾ, കർമ്മങ്ങൾ, പ്രതീകങ്ങൾ എന്നിവ വഴി പരിശുദ്ധാത്മാവ് വിശ്വാസികളെയും ശുശ്രൂഷകരെയും പിതാവിൻ്റെ വചനവും ഛായയുമായ ക്രിസ്തുവുമായിട്ടുള്ള സജീവ ബന്ധത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ആരാധനാഘോഷത്തിൽ അവർ ശ്രവിക്കുകയും ധ്യാനിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥമനുസരിച്ച് അവർക്ക് ജീവിക്കുവാൻ കഴിയുന്നതിന് വേണ്ടിയാണത്. അപ്പോൾ ഇതാണ് ആധ്യാത്മികാർത്ഥത്തിൻ്റെ ഒരു കാര്യം. എന്തുകൊണ്ടാണ് ആധ്യാത്മികാർത്ഥം? പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന് ആധ്യാത്മികമായ ജ്ഞാനം നൽകുന്നു. ഇനി ഈ ആധ്യാത്മികാർത്ഥത്തിൽ 3 കാര്യങ്ങളാണ്. 1 പ്രതീകാത്മകാർത്ഥം, ധാർമ്മികാർത്ഥം, സനാതനാർത്ഥം.
പ്രതീകാത്മകാർത്ഥം ബൈബിളിലെ സംഭവങ്ങളെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി, ക്രിസ്റ്റോസെൻട്രിസിറ്റി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ അവയെ കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കും. ഉദാഹരണത്തിന് ഇസ്രായേൽക്കാർ ചെങ്കടൽ കടക്കുന്നു കണ്ടു. ഉദാഹരണം ഇവിടെ തന്നെ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ആ ഭാഗം വായിക്കുകയാണ്. ഇസ്രായേൽ ചെങ്കടൽ കടക്കുന്നു. ഇപ്പോൾ നമ്മളത് തൊട്ട് മുമ്പ് മനസ്സിലാക്കി. കുഞ്ഞാടിൻ്റെ രക്തം തെളിച്ചു, പുളിപ്പില്ലാത്ത അപ്പവും എടുത്തുകൊണ്ട് അവർ മുന്നേറി. അങ്ങനെ ചെങ്കടൽ കടക്കുന്നു. ആ ചെങ്കടൽ കടക്കുന്നു എന്ന സംഭവം വാച്യാർത്ഥം നോക്കുക. കടൽ, ചെങ്കടൽ അവർ കടക്കുന്നു. വാച്യാർത്ഥം ചെങ്കടലിനെ വിഭജിക്കുന്നു. അപ്പോൾ അവിടെ നേരെ നോക്കുമ്പോൾ അതിശക്തമായ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നടക്കുന്നു. മോശ വടി വീശുന്നു, ചെങ്കടൽ രണ്ടായി വിഭജിക്കപ്പെടുന്നു. വാച്യാർത്ഥം വലിയ അത്ഭുതകരമായ സംഭവമാണ്. എന്നാൽ അതിൻ്റെ പ്രതീകാത്മകാർത്ഥത്തിൽ ഇവിടെ തന്നെ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ വിജയത്തിൻ്റെയും തന്മൂലം ക്രിസ്തീയ മാമോദീസായുടെയും അടയാളമാണത്. അപ്പോൾ പ്രതീകാത്മകമായിട്ടത് ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കാണണം. വെള്ളത്തിലൂടെ ആ ഇസ്രായേൽ ജനം വെള്ളത്തിലൂടെ രക്ഷിക്കപ്പെട്ടു. എന്നാൽ അവരെ പീഡിപ്പിച്ച ശത്രു ആ വെള്ളത്തിൽ നശിപ്പിക്കപ്പെട്ടു. ചെങ്കടൽ കടന്ന് അക്കരെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതാ മോശയും കൂട്ടരും തിരിഞ്ഞു നോക്കുമ്പോൾ 400 സംവത്സരത്തിലധികം ഇസ്രായേൽ ജനങ്ങളെ പീഡിപ്പിച്ചിരുന്ന, അടിമകളാക്കി വച്ചിരുന്ന ശത്രുരാജ്യത്തിൻ്റെ മുഴുവൻ പടയാളികളും ഇതാ ചെങ്കടലിൻ്റെ നടുക്ക് വരെ എത്തിയിരിക്കുന്നു. ഇവരെ പിന്തുടർന്നുകൊണ്ട് ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം കർത്താവ് തന്നെയാണ് ഫറവോയുടെ ഹൃദയത്തെ കഠിനമാക്കിയത്. ഇസ്രായേൽക്കാരുടെ പുറകെ പോകുക, പോ, റൺ, കമാൻ. എല്ലാ പട്ടാളത്തെയും പിടിച്ചു വിട്ടു, പട്ടാളത്തെ തിരിച്ചു വിട്ടു. പട്ടാളം ഇതാ അവരെ പിന്തുടർന്നു. ചെങ്കടൽ നടുക്കെത്തിയിരിക്കുന്നു. ഇപ്പോ കർത്താവ് മോശയോട് പറയാണ്, മോശയെ നിന്റെ വടി ചെങ്കടലിലേക്ക് വീണ്ടും നീട്ടുക. ഇതാ ചെങ്കടലിലെ വെള്ളം, ഇസ്രായേൽ ജനത്തിനെ രക്ഷിച്ച വെള്ളം, 2 സൈഡിലും മതിൽ പോലെ ഉയർന്നു നിന്ന വെള്ളം കൂടി ചെങ്കടൽ വീണ്ടും ഒന്നാകുകയും ചെങ്കടലിലെ വെള്ളത്തിൽ ഈജിപ്തിൻ്റെ മുഴുവൻ സൈന്യവും ആ രാത്രി നിമിഷ നേരങ്ങൾ കൊണ്ട് മുഴുവനും മരിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ഇതാണ് രക്ഷ. യേശു ക്രിസ്തുവിലൂടെ ദൈവം നൽകുന്ന രക്ഷയുടെ 2 വശമുണ്ട്. ഒന്ന്, ജനം രക്ഷിക്കപ്പെടുകയും 2, ശത്രു നശിപ്പിക്കപ്പെടുകയും. അപ്പോൾ 400 വർഷത്തെ കഠിനമായ അടിമത്വം മനുഷ്യവംശത്തിൻ്റെ പാപത്തിൻ്റെ അടിമത്വത്തിൻ്റെ പ്രതീകമാണ്. പാപത്തിൻ്റെ അടിമത്വത്തിൽ പിടിച്ചു വച്ചിരുന്ന ശത്രുവും ജ്ഞാനസ്നാനത്തിലൂടെ നശിപ്പിക്കപ്പെടുന്നു, ജനം രക്ഷിക്കപ്പെടുന്നു. അതാണ്. അപ്പോൾ ചെങ്കടലിൻ്റെ ഭാഗം നമ്മൾ എടുക്കുമ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. അതാണ് വ്യാഖ്യാനത്തിൻ്റെ ഒരു വശം. പ്രതീകാത്മകാർത്ഥം ആണത്. ഇനി അതിൻ്റെ ധാർമ്മികാർത്ഥം, വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്ന സംഭവങ്ങൾ ധാർമ്മികമായ പ്രവർത്തനത്തിലേക്ക് നമ്മെ നയിക്കേണ്ടതാണ്. വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ അവ എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഉദ്ബോധനത്തിന് വേണ്ടിയാണ്. ഒന്ന് തിമോത്തി അല്ലേ,
എവിടെയാണത്? നമ്മുടെ 85 എബ്രായർ 3 അല്ലെങ്കിൽ 1 കൊരിന്ത്യർ 10:11. അപ്പം ഇവിടെ ഈ ധാർമ്മികാർത്ഥം, ഇപ്പം ഈ പറഞ്ഞ വചനത്തിൻ്റെ തന്നെ ധാർമ്മികാർത്ഥത്തിൽ വരുമ്പോൾ എന്താണ്? മാമോദീസായിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന വിശുദ്ധീകരണം. മാമോദീസ, ആ ചെങ്കടലിലൂടെ ആ സംഭവത്തിൻ്റെ ധാർമ്മികാർത്ഥം എന്താണ്? പാപമോചനം. മാമോദീസായിലൂടെയുള്ള പാപമോചനം. ഇനി സനാതനാർത്ഥം, മൂന്നാമത് സനാതനാർത്ഥം. സനാതനാർത്ഥം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്ന വസ്തുക്കളെയും സംഭവങ്ങളെയും നമ്മുടെ യഥാർത്ഥ ജന്മനാട്ടിലേക്ക് ആനയിക്കുന്ന അവയുടെ സനാതന മൂല്യത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കിക്കാണാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ ഭൂമിയിലെ സഭ സ്വർഗീയ ജെറുസലേമിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ഈ സംഭവത്തിൽ തന്നെ നോക്കുക, ഈ ചെങ്കടൽ സംഭവം. ഈ ചെങ്കടലിലൂടെ രക്ഷിക്കപ്പെട്ട ജനം, അവർ രക്ഷിക്കപ്പെട്ടത് നമ്മൾ സ്വീകരിക്കുന്ന മാമോദീസായുടെ പ്രതീകമാണ്. അപ്പോൾ മാമോദീസായിലൂടെ രക്ഷിക്കപ്പെട്ട ജനം നിത്യജീവൻ ലഭിക്കുകയും ആ നിത്യജീവൻ യുഗാന്ത്യപരമായ അവസ്ഥയിൽ പുതിയ ജെറൂസലേമിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തിനിടയാകുകയാണ് നമ്മൾ. അപ്പോൾ മാമോദീസായിലൂടെ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിലെ രക്ഷയല്ല, അവിടെ സ്വർഗീയ ജെറൂസലേമിലേക്കുള്ള പ്രവേശനത്തിന് ഉള്ള രക്ഷയാണ്. എല്ലാ കൂദാശകളും സ്വർഗീയ ജെറൂസലേമിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പോൾ ആ ഒറ്റ സംഭവത്തെ നമ്മൾ ഈ മൂന്ന് ആധ്യാത്മിക അർത്ഥത്തിൻ്റെ 3 തലങ്ങൾ നമ്മൾ കാണണം. ആധ്യാത്മിക അർത്ഥത്തിൻ്റെ 3 തലങ്ങൾ എന്താണ്? ആധ്യാത്മിക അർത്ഥത്തിൻ്റെ 3 തലങ്ങൾ. ഒന്ന്, പ്രതീകാത്മകാർത്ഥം, അതായത് ഈ വചനവും ക്രിസ്തുവുമായിട്ട് എന്ത് ബന്ധം? ഇപ്പോൾ മോശയും കൂട്ടരും ചെങ്കടൽ കടന്നു, ആ വചനത്തിന് ക്രിസ്തുവുമായിട്ട് എന്ത് ബന്ധം നമ്മൾ മനസ്സിലാക്കി. അതാണ് പെസഹ. രണ്ടാമത്, അതിനുള്ള ധാർമ്മികാർത്ഥം എന്താണ്? മോറൽ. അതിനൊരു മോറൽ ആയിട്ട് എന്താണ് അതിൻ്റെ ധാർമ്മികാർത്ഥം? ധാർമ്മികാർത്ഥം അടിമത്വത്തിൽ നിന്നും, പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും രക്ഷ കിട്ടുന്നത് മാമോദീസായിലൂടെ മാത്രമാണ്. ഇനി 3, യുഗാന്ത്യപരമായ അർത്ഥം, സനാതനാർത്ഥം. സനാതനാർത്ഥത്തിൽ അത് ഈ രക്ഷയിലൂടെ മാത്രമേ, ഈ മാമോദീസായിലൂടെ മാത്രമേ പുതിയ ജെറൂസലേം, അതായത് യുഗാന്ത്യത്തിലുണ്ടാകാൻ പോകുന്ന പുതിയ ജെറൂസലേമിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടുന്നത് ഈ ജ്ഞാനസ്നാനത്തിലൂടെ തന്നെയാണ്. എല്ലാ കൂദാശകളും, അതാണ് വിശുദ്ധ കുർബാനയും, വിശുദ്ധ കുർബാനയുടെ അവസാനം. അപ്പം ഇനി 118 പറയുകയാണ്, ഈ 4 അർത്ഥതലങ്ങളുടെയും പ്രാധാന്യം ഒരു മധ്യകാല പദ്യശകലത്തിൽ നാം സംഗ്രഹിക്കുന്നുണ്ട്. ഒരു പദ്യശകലം ഈ പദ്യമായിട്ട് നമുക്ക് പഠിക്കണം. സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന അക്ഷരാർത്ഥം, വിശ്വാസത്തിലേക്ക് ആനയിക്കുന്ന പ്രതീകാത്മകാർത്ഥം, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ചൊല്ലുന്ന ധാർമ്മികാർത്ഥം, അന്ത്യമെന്തെന്ന് ചൊല്ലുന്ന സനാതനാർത്ഥം. പാടാൻ കഴിവുള്ളവർ അത് പാടിയെടുക്കണം. എങ്ങനെയാണത്? സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന അക്ഷരാർത്ഥം, വിശ്വാസത്തിലേക്ക് ആനയിക്കുന്ന പ്രതീകാത്മകാർത്ഥം, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ചൊല്ലുന്ന ധാർമ്മികാർത്ഥം, അന്ത്യമെന്തെന്ന് ചൊല്ലുന്ന സനാതനാർത്ഥം. അപ്പോൾ ഓരോ വചനവും പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ ഈ 4 ചിന്താശകലങ്ങൾ നമ്മളിലുണ്ടാകണം. അങ്ങനെയാണ് വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദ ലോർഡ്. അടുത്ത ഇവിടെ നിർത്തണോ? 2 മിനിറ്റ് കൂടി നമുക്ക് എടുക്കാം. മുകളിൽ പ്രസ്താവിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് 119 വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടുതൽ ഉൾക്കാഴ്ച നേടാനും അത് വിശദീകരിക്കാൻ ഉതകുന്ന ഗവേഷണം വഴി പക്വതയാർന്ന തീരുമാനങ്ങൾ എടുക്കാൻ സഭയെ സഹായിക്കുകയാണ് ബൈബിൾ വ്യാഖ്യാതാക്കളുടെ ചുമതല.
വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാന രീതിയെ സംബന്ധിച്ച് പറഞ്ഞതെല്ലാം ദൈവവചനം പരിരക്ഷിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും ദൈവദത്തമായ ദൗത്യവും ശുശ്രൂഷയും സ്വീകരിച്ചിട്ടുള്ള സഭയുടെ അന്തിമ വിധിതീർപ്പിന് വിധേയമാണ്. കത്തോലിക്ക സഭയുടെ പ്രബോധന അധികാരം എന്നെ പ്രേരിപ്പിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുമായിരുന്നില്ല. 89 സെൻറ്റ് അഗസ്റ്റിൻ ഉണ്ടോ, സെൻറ്റ് അഗസ്റ്റിൻ. അപ്പോൾ ഇതോടെ നമ്മൾ ഈ വ്യാഖ്യാനം, വിശുദ്ധ ലിഖിതങ്ങളുടെ വ്യാഖ്യാനത്തിനെ കുറിച്ചുള്ളത് മനസ്സിലാക്കി. ഇനി വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പട്ടികയാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് പഠിച്ചത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അത് ഒരു വചനഭാഗം എടുത്തിട്ട് ഈ വ്യാഖ്യാന രീതി ആ വചനഭാഗത്തിന് അപ്ലൈ ചെയ്യണം, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുന്നവരും വചനം പഠിപ്പിക്കുന്നവരും ഓരോ ദിവസത്തെയും വചനത്തെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് അല്പം മുമ്പ് അന്നത്തെ ദിവസത്തെ വചനഭാഗമെടുത്ത് അതിൻ്റെ പഴയ നിയമഭാഗവും അതിൻ്റെ കുറിച്ചുള്ള സങ്കീർത്തനവും പുതിയ നിയമഭാഗങ്ങളും എടുത്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് അതിനെ വ്യാഖ്യാനം ഹൃദയത്തിൽ ഒരുക്കിക്കൊണ്ട് കുർബാനയ്ക്ക് പോവുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. പ്രൈസ് ദ ലോർഡ്.